നിങ്ങൾക്ക് വേദനയുള്ളൊരു കാര്യം കേൾക്കണോ? ഞാൻ കാലടി ശ്രീശങ്കര കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ അധ്യാപകരുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഒഫീഷ്യലും ഉണ്ട്, അൺഒഫീഷ്യലും ഉണ്ട്. ആ ഒഫീഷ്യലിൽ നിന്ന് ഞാനൊക്കെ VRS എടുത്ത് ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് മാറി. അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ കല്യാണം, കലാപരിപാടി, ഓട്ടം അല്ലെങ്കിൽ ടൂർ ഇതൊക്കെ ഇടുന്നതാണ്. അതിൽ ഈ വന്ന വീഡിയോ തമ്പനെയിൽ കൊണ്ട് മാത്രം, ആ വീഡിയോ പോലും തുറന്നു നോക്കാതെ ഞാൻ അങ്ങനെ എല്ലായിടത്തിലും ഷെയർ ചെയ്യും. ആദ്യം നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് അഡ്മിൻ, സാറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണേൽ അന്വേഷിച്ച് നോക്കാം. ആ ഗ്രൂപ്പിൽ നിന്ന് ഈ തമ്പനയിൽ അശ്ലീല മോശപ്പെട്ടൊരു വാക്കെന്ന് കണ്ടുകൊണ്ട് എന്നെ അതിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തു. എനിക്ക് നല്ല വേദനയുണ്ടായി. ഇന്ന് ആലോചിച്ച് നോക്കി, എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ്? നാളെ കാലം തെളിയിക്കും. ഇപ്പം വിവേകാനന്ദ സ്വാമിക്ക് ചിക്കാഗോയിൽ പ്രസംഗിക്കാൻ പോയോ ചീമുട്ടയിൽ എറി കിട്ടി, പക്ഷെ കാലം തെളിയിച്ചില്ലേ? പ്രവാചകന്മാരെയൊക്കെ നമ്മൾ പീഡിപ്പിച്ചിട്ടുള്ള, ഞാൻ ആ ഗണത്തിലൊന്നും വരില്ല. ഞാൻ ഒരു പാവം മനുഷ്യനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ആരെയും ദ്രോഹിക്കാതെ ആരെയും ശല്യപ്പെടുത്താതെ ഞാൻ വളർന്ന് കയറി വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി ചെയ്യണം. അതിന് എൻ്റെ പണമില്ല, എനിക്ക് ജീവിക്കാനുള്ള കുറച്ചുണ്ട്. അതെടുത്ത് ഞാൻ ചെയ്താൽ പിന്നെ ഞാനെന്ത് ചെയ്യും? ഞാൻ പിന്നെ വീഡിയോ ഇടാൻ നടക്കണ്ടേ? പക്ഷേ എനിക്ക് കിട്ടിയ എക്സ്ട്രാ മണികളിലും കിട്ടുന്നതിലും നല്ലൊരു വീതം മാക്സിമം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും വീഡിയോ ഇടാറില്ല, അതൊന്നും ഇൻ്റർവ്യൂ എടുക്കാറില്ല.